എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diapers. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. സമസ്തയെയും ലീഗിനെയും വേർതിരിക്കാൻ രാഷ്ട്രീയ കക്ഷി നീക്കമെന്ന് സംസ്ഥാന നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂരിലെ തന്റെ വസതിയിൽ ഇന്ന് 11 മണിക്ക് പറഞ്ഞു. സമസ്തയിൽ എല്ലാവരും ഒന്നായി നിൽക്കുക എന്നതാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെയും ജിഫ്രി തങ്ങളെയും രണ്ട് ഭാഗത്ത് നിർത്താനുള്ള നീക്കത്തെ തടയുകയാണ് ലക്ഷ്യം. ഉമർ ഫൈസി മുക്കത്തിന് എതിരായി കൂട്ടായ്മയെ ചുരുക്കേണ്ടതില്ല. സമസ്തയിൽ പിളർപ്പുണ്ടാക്കുകയല്ല കൂട്ടായ്മയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. സമസ്തയും ലീഗും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവർക്കും അറിയാം, ലീഗ് അനുകൂലികൾ എന്നതിലുപരി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിൽക്കണം എന്നൊരു വികാരം പങ്കുവെക്കുക മാത്രമാണ് ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം. കാരണം ഒരു ചേരിതിരിവുണ്ടാവുകയോ വിഭാഗീയമായി ഒരവസ്ഥ സംജാതമാവുകയോ ചെയ്യുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ സമുദായത്തിന് ഒരിക്കലും താങ്ങാൻ കഴിയുന്നൊരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ന് മുസ്ലിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടെ നിൽക്കേണ്ടവരാണ്. ദളിത് പിന്നോക്ക ജനവിഭാഗത്തെ പോലും ചേർത്ത് പിടിച്ചുകൊണ്ട് സവർണ ഫാഷിസത്തിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ഒരു സമയത്ത് ഒരു ഭിന്നത ഉണ്ടാവുക എന്നാൽ ഒരിക്കലും അത് സമൂഹം അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, അതിന് ശ്രമിക്കുന്ന ആളുകൾ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഉത്തരവാദപ്പെട്ടവരെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി ഒരു വേദി താൽക്കാലികമായി രൂപീകരിച്ചത്. അത്രയുള്ളൂ. ഈ മുക്കം ഫൈസിക്കെതിരെ ഒരു പ്രതിഷേധം ഉയർന്നിരുന്നു, മുക്കം ഫൈസിക്കെതിരെ. അപ്പം ആ ഒരു വികാരമാണോ ശരിക്കും ഈ കൂട്ടായ്മയുടെ പിന്നിൽ? അതുകൂടി ഉണ്ടോ? അത് മാത്രമല്ല, അങ്ങനെ അതിലേക്ക് മാത്രം ചെറുതാക്കേണ്ട ഒരു വിഷയമല്ല ഇത്. മറിച്ച് നിങ്ങൾക്കറിയാം, പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ കേരളത്തിലെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകവും പൊതുസമൂഹത്തിൻ്റെ നേതാവും എല്ലാ മതസംഘടനകളും ഇതര മതസ്ഥരും അംഗീകരിക്കുന്ന ഒരു നേതാവാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രബലമായ ഒരു മതസംഘടനയാണ്, ഗ്രാസ് റൂട്ടിൽ വേറുള്ള ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിനെ തലപ്പത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കേരളത്തിലെ മുസ്ലിം ജനതയുടെ ആധ്യാത്മിക നേതൃത്വമാണ്. ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് മുന്നോട്ട് പോകലാണ് സമുദായത്തിന് ഏറ്റവും കരണീയമായിട്ടുള്ളത്. ഇത് രണ്ടാക്കി തീർത്തുകൊണ്ട് മുസ്ലിം ലീഗിനെ വേറൊരു വഴിക്കും സമസ്തയെ മറ്റൊരു വഴിക്കും ആക്കി തീർക്കാൻ ചില രാഷ്ട്രീയ ശക്തികൾ കേരളത്തിൽ ശ്രമം നടത്തുന്നത് അടുത്ത കാലത്തായി നമ്മൾ കണ്ടുവരുന്ന പുതിയ പ്രവണതയാണ്. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.